ഇത് നമ്മുടെ ഗവൺമെന്റിലേക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട്. കാരണം അത് നമ്മളുടെ ആശയങ്ങൾ ഞാൻ സ്ട്രാറ്റജിക് വെപ്പൺസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് കിട്ടുന്ന എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ആ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ആശയം. ചെറുപ്പത്തിൽ മിലിറ്ററിയിൽ ചേരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അത് സാധിച്ചില്ല. എന്നാൽ മിലിറ്ററിക്ക് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നഗരൂരുള്ള ഒരു ചെറുപ്പക്കാരൻ നിർമ്മിച്ച ഒരു തോക്ക്, അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ജയേഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നഗരൂർ വില്ലേജിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് ഒരു പേറ്റന്റ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ട്വിൻ മാഗസിൻ റൈഫിൽ നിന്ന്. അത് സംബന്ധമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് ട്വിൻ മാഗസിൻ റൈഫിളാണ്. ഇത് 2 മാഗസീനാണ് ഇതിനകത്ത് ഇൻബിൽഡ് ചെയ്തേക്കുന്നത്. ഒരു മാഗസീൻ തീർന്ന മാഗസീൻ താഴേക്ക് പുള്ള് ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് മാഗസീൻ ഓട്ടോമാറ്റിക്കായിട്ട് എക്സാക്റ്റ് പൊസിഷനിലെത്തുകയും വീണ്ടും ടൈം ലാഗ് ഇല്ലാതെ കണ്ടിന്യൂസ് ഫയറിങ്ങും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. ഈ മാഗസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് ലോഡ് ചെയ്യുന്ന ഒരു ട്യൂബ് ആണ്. അത് ഈ റൈഫിളിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇതിലേക്ക് വരാനുള്ള കാരണം ചെറുതിലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സോൾജിയർ ആവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് വ്യത്യസ്ത കാരണങ്ങളാൽ, ജീവിത സാഹചര്യങ്ങളാൽ അതെല്ലാം നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. പിന്നെ തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ ന്യൂൾസ്റ്റം പോളിടെക്നിക് എന്ന് പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയം ഉടലെടുക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സാറന്മാർ എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയുന്നത് എൻ്റെ സുഹൃത്ത് അജീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് നല്ല സപ്പോർട്ടായിരുന്നു. അജീഷ് ആണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. നല്ല സപ്പോർട്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഷിജിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ഷിജിനാണ് ഷിജിനോടായിട്ടാണ് സംസാരിക്കുന്നത്. ഷിജിനും നല്ല റെസ്പോണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറിനെ സമീപിക്കുകയും അതിൻ്റെ തുടർന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ അലക്സാണ്ടർ ജേക്കബ് സാറ് സപ്പോർട്ട് ചെയ്യുക. അതിനെ പഠിക്കാനുള്ള ബുക്കൊക്കെ റെഫർ ചെയ്യാനായിട്ടുള്ള ബുക്കും കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു തരികയാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് CSRലെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള പ്രവീൺ രാജ് സാറ് സപ്പോർട്ട് ചെയ്യാൻ പേറ്റൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും പേറ്റൻറ്റ് സബ്മിഷൻ ചെയ്യാനും സഹായിക്കുകയും പ്രശാന്ത് എന്ന് പറഞ്ഞ പേറ്റൻറ്റ് അറ്റോർണിയാണ് ഇതിന് പേറ്റൻറ്റ് സമർപ്പിക്കാനുള്ള എല്ലാം ചെയ്തു തന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കോളേജിൽ നിന്ന്, ഞാൻ CETയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്, ഈവനിങ് കോഴ്സിൽ. കോളേജിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഇത് പ്ലാസ്റ്റിക്കിൽ ചെയ്യാനായിട്ടുള്ളത് സപ്പോർട്ട് ചെയ്തത്. അവിടെ ഇൻഡസ്ട്രിയൽ ലാബിനകത്ത്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ ലാബിനകത്താണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത്. അതിന് അവിടുത്തെ ഫാക്കൽറ്റീസും ഷെഫീഖ് സാറ് അത് നല്ല വിധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് ഇപ്പോൾ ഇതിൻ്റെ കറണ്ടായിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത് ആർമി ഡിസൈൻ ബ്യൂറോ ഡൽഹിയിലാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ആർമി ഡിസൈൻ ബ്യൂറോയിൽ നിന്ന് ഇപ്പോൾ റിക്വയർമെൻ്റ് ഉണ്ട് ഇതിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള. കുറച്ചുകൂടി വർക്കിംഗ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഡിസൈൻ ആയിട്ടില്ല. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവിടേക്ക് ക്ഷണമുണ്ട് പോകാനായിട്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാനായിട്ടുള്ളത്. ഇതിപ്പം ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ് അല്ലേ? അതെ. പേറ്റന്റ് എടുക്കാനുള്ളൊരു സാഹചര്യം കൂടെ എങ്ങനെയാണ്? ഇത് പേറ്റന്റ് എടുക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ നമ്മൾ സെക്യൂർ ആക്കണം. നമ്മുടെ ഐഡിയ മറ്റുള്ളവർ കോപ്പി ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് എൻ്റെ സുഹൃത്തുക്കൾ പറയും. അതിനാണ് ഞാൻ പേറ്റന്റ് എടുക്കാനായി തീരുമാനിച്ചത്. ഇത് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പം ഫൈബർ ആണോ ഇത്? ഇത് ഫൈബറാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് മാഗസീൻ, ട്വിൻ മാഗസീൻ, ഇതായത് മാഗസീൻ എന്ന് പറയുന്നത്. ഇത് മാഗസീൻ ഒരെണ്ണം നമ്മൾ താഴേക്ക് വലിക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ആയിട്ടുള്ള മാഗസീൻ മേളിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല സാധനം. ഇതിന് ഒരുപാട് പ്രോസസ്സും കൂടെ ഉണ്ട്. ഇത് ഞാൻ കൺസെപ്ഷൻ ഡിസൈൻ ഇപ്പോൾ വന്നുകൊണ്ട് മാത്രം ചെയ്യുന്നേ ഉള്ളൂ. ഇത് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് വീണ്ടും താഴേക്ക് മേളിലേക്ക് അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആക്ഷനാണ് നടക്കുന്നത്. കാരണം ഒരു സാധനം താഴേക്ക് പോകും, വേറൊരു സാധനം മേളിലേക്ക് പോവാണ് ചെയ്യുന്നത്. എത്ര ദിവസം എടുത്ത് ഇത് ചെയ്തെടുക്കുക? ഇതിപ്പോൾ ഏകദേശം 1 മാസമായി കാണും ഇപ്പോൾ. പക്ഷേ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ 6 വർഷത്തോളം എടുത്തു പേറ്റന്റ് കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. ഇത് ഡിസൈൻ ചെയ്തത് നമ്മൾ പഠിക്കുന്നിടത്ത് തന്നെയാണോ?
ഡിസൈൻ ചെയ്ത് ഞാനാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത് കോളേജിൽ നിന്ന് ഉള്ള ലാബിൽ നിന്നാണ്, കോളേജ് ലാബിൽ നിന്നാണ്. CIT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം കോളേജ് ലാബിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. ഇപ്പം നിലവിൽ എന്ത് ചെയ്യുന്നു? നിലവിൽ പഠിക്കുകയാണ്. വർക്ക്ഷോപ്പുണ്ട്, മെക്കാനിക്കാണ്, ബൈക്ക് വർക്ക്ഷോപ്പ് മെക്കാനിക്കാണ്, പഠിക്കുന്നുണ്ട്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈവനിങ് കോഴ്സിന് CIT പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെ ടെക്നോ പാർക്കിൻ്റെ CEO സഞ്ജീവ് സാറ് നല്ല സപ്പോർട്ടാണ്. സാറ് ഒരുവിധം എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഈ ഫർദറായിട്ടുള്ള കാര്യങ്ങളെല്ലാം സഞ്ജീവ് സാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. വീട്ടിലാരെ കൊണ്ട്? വീട്ടിൽ അമ്മ, അമ്മുമ്മ, ഞാൻ, പിന്നെ സഹോദരിയുണ്ട്. അവർ സെപ്പറേറ്റ് താമസം. സഹോദരി 2 മക്കൾ. അളിയൻ പുറത്താണ്, ഗൾഫിലാണ്. എനിക്കൊരു പട്ടാളക്കാരനാവാൻ സാധിച്ചില്ലെങ്കിലും പട്ടാളത്തിന് വേണ്ടി അത് നമ്മളൊരു പാഷൻ ഇങ്ങനെ ദൈവം കൊണ്ടെത്തിച്ചു എന്ന് പറയാം. നമ്മളെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ വേറൊരു വഴി കിടത്തും. നമ്മൾ ഒരു രീതിയിൽ നമ്മൾ തോറ്റുപോയെങ്കിൽ അമൃതമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളെ എവിടെയെങ്കിലും എത്തിപ്പെടണമെന്ന് ഉണ്ടായിരിക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇതിന്? ഇല്ലില്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആഗ്രഹം ഡിസൈനറായിട്ട് തന്നെ, വെപ്പൺ ഡിസൈനറായിട്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഉണ്ട്, പ്രോജക്റ്റും ഉണ്ട്. അപ്പോൾ അതിനും ഇതിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതെന്തായാലും ഒരു നല്ല അച്ചീവ്മെൻ്റ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻറ് സൈഡിൽ നിന്ന്.